നമസ്കാരം. ഗുണനിലവാരം, സത്യസന്ധത ഇതിൻ്റെ തുടർച്ചയാണ് ഒരു വ്യവസായത്തിൻ്റെ വിജയം. ഒരുപക്ഷെ ഇന്ത്യൻ ഭക്ഷ്യ വ്യവസായ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാനിന്നിരിക്കുന്നത്. ഡബിൾ ഹോഴ്സിൻ്റെ ചെയർമാൻ ശ്രീ സജീവ് മാഞ്ഞില ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം. ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ശരിക്കും ഡബിൾ ഹോഴ്സിൻ്റെ ഒരു ക്യാച്ച് വേർഡ് കണ്ടപ്പോഴത്തേക്കും മനസ്സ് നിറഞ്ഞ് കഴിക്കുക, അതായിരുന്നു ക്യാച്ച് വേർഡ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം നമുക്ക് വിളമ്പി കൊടുക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയണം. ഈ ഒരു കോൺസെപ്റ്റിലാണോ ഡബിൾ ഹോഴ്സും ഈ ഗ്രൂപ്പും ഡെവലപ്പ് ചെയ്ത് വന്നത്? തീർച്ചയായിട്ടും ആ ഒരു മനസ്സ് നിറയണം. ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആളുകൾക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാവണം. അതായത് നമുക്ക് സ്റ്റൊമക്ക് നമ്മൾ നിറയ്ക്കാന്നല്ല മീൻ ചെയ്യണേ, നമ്മൾ സന്തോഷമാണ് നമുക്ക് വേണ്ട ഭക്ഷണം കഴിക്കുമ്പോൾ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ മറ്റേ ക്യാപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം. ശരിക്കും അത്തരത്തിൽ മനസ്സ് നിറഞ്ഞ് മലയാളിക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പാൻ നമ്മുടെ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ? ഡബിൾ ഹോഴ്സിന് കഴിഞ്ഞോ? തീർച്ചയായിട്ടും കഴിഞ്ഞു എന്ന് പറയാം. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ടേസ്റ്റ്, ക്വാളിറ്റി, ഹൈജീൻ പാർട്ട്, പിന്നെ കസ്റ്റമറിൻ്റെ നമുക്ക് ഹെൽത്ത്, ഇതെല്ലാം നമ്മൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പ്രൊഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും നമ്മളിത് ഒരു മനസ്സ് നിറയെ കഴിക്കാനുള്ള ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ഇതിനെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മാനിക്കുന്നുണ്ട്. ആ ഒരു വികാരത്തെ ജോൺ സാറ് തുടങ്ങിയ സ്ഥാപനമാണ്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം? എങ്ങനെയായിരുന്നു ഇതിൻ്റെ വളർച്ച? 59 ഫാദർ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റാണ് റൈസ് ബസാറിൽ തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്ത്. അന്ന് മാർക്കറ്റിൽ റൈസ് എന്ന് പറയുന്നത് ഒരു കൊമോഡിറ്റിയാണ്. ആരാണ് വില കുറച്ച് പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത് അത് മാത്രമേ മാർക്കറ്റിൽ കൂടുതൽ സെയിൽ ഉണ്ടാവുള്ളൂ. അന്ന് ക്വാളിറ്റിക്കൊന്നും ഇത്രയും ഒരു ഡിമാൻഡ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോർമലി റൈസ് മില്ലേഴ്സ് ഇൻഫീരിയർ ക്വാളിറ്റിയാണ് വില കുറഞ്ഞ് വിൽക്കാൻ വേണ്ടി ഇൻഫീരിയർ ക്വാളിറ്റിയാണ് മാർക്കറ്റിൽ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ഡിഫോൾട്ടായിട്ട് നല്ല ക്വാളിറ്റി വരും. അപ്പോൾ അത് ആ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ആളുകൾ ചോദിച്ച് പറയും ഫാദറിൻ്റെ അടുത്ത്, ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വാളിറ്റി നന്നായിരുന്നു, അങ്ങനത്തെ ഇനി കിട്ടാനുണ്ടോ? പക്ഷെ അതൊരു ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ഇൻറ്റൻഷനലി അവർ ക്വാളിറ്റി നന്നാക്കേണ്ടതല്ല. നോർമലി അവർ ഡ്രൈ ചെയ്യില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ അത് ഈൽഡ് കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെ മോയ്സ്റ്റ് കൂടി കഴിഞ്ഞാൽ ഇതൊരു 1 വീക്ക് കഴിഞ്ഞാൽ ഫംഗസ് വന്ന് കേടാവും. അതുമാതിരി അതിൽ ചിലപ്പോൾ മറ്റേ സ്റ്റോൺസ് എല്ലാം ഉണ്ടാവും, അത് ആരും ക്ലീൻ ചെയ്യില്ല, ബ്രോക്കൺസ് ഉണ്ടാവും, ക്ലീൻ ചെയ്യില്ല. അപ്പോൾ അത് ബൈ ഡിഫോൾട്ടായിട്ട് നല്ല ക്വാളിറ്റി വരുമ്പോൾ ആളുകൾ റിപ്പീറ്റ് ചോദിക്കേണ്ടപ്പോൾ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് കൂടി. പക്ഷെ അങ്ങനത്തെ പ്രോഡക്റ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മില്ലേഴ്സിന് കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് ഫാദർ ഒരു 78 പുള്ളി ഒരു ചെറിയ റൈസ് മില്ല് പുള്ളി ലീസിന് എടുത്തു. റൈസ് മില്ല് അന്ന് ഒരു ഹാർഡ്ലി ഒരു 30 ബാഗ് തയ്യാറാക്കാനുള്ള ക്വാളിറ്റി കപ്പാസിറ്റി ആ യൂണിറ്റിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ പുള്ളി ചെയ്തിരുന്ന ഫുൾ ഡ്രൈ ആയിട്ട് പുള്ളി ഉണക്കിയിരുന്നു റൈസ്. പിന്നെ നോർമലി പണ്ടൊക്കെ ആണെങ്കിൽ നെല്ല് മെതിക്കുന്നത് മറ്റേ പാടത്ത് വെച്ചിട്ടാണ്. നാച്ചുറലി നെല്ല് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കല്ലുകളുണ്ടാവും. അത് മെഷീൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ അത് ചെറിയ പൊടിഞ്ഞ കല്ലുകൾ വരും. അപ്പോൾ ആളുകൾ ജനറലി കസ്റ്റമേഴ്സ് വിചാരിക്കുന്നത് ഇൻറ്റൻഷ്യലി കല്ല് അരിയുടെ സൈസുള്ള കല്ല് ആഡ് ചെയ്യുന്നു വിചാരിക്കണേ. പക്ഷെ അത് അങ്ങനെയല്ല ആക്ച്വലി. അപ്പോൾ ഫാദർ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് നമ്മൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സമയത്തൊക്കെ നമ്മൾ നെറ്റ് വെച്ച് നമ്മൾ മണലരിക്കാറുണ്ട്, വലിയ കല്ലുകൾ സെഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ പുള്ളി അങ്ങനത്തെ 2 നെറ്റ് ഉപയോഗിച്ചു പുള്ളി. ഒന്ന് അരിയേട്ടും വലിയ സൈസ്. അപ്പോൾ അതിലത്തെ എല്ലാ വലിയ കല്ലുകളും അതിൽ ട്രാപ്പ് ചെയ്യും. മുകളിലത്തെ ഇതിൽ അടിയിലത്തിൽ പുള്ളി ചെറിയ നെറ്റ് കിട്ടും. അപ്പോൾ അരിയേട്ടും ചെറിയ കല്ല് ട്രാപ്പ് ചെയ്യും. അപ്പോഴും അതിൽ അരിയുടെ സൈസിലുള്ള കല്ല് മാത്രമേ നോർമലി ഉണ്ടാവുള്ളൂ. കുറേ കല്ല് ട്രാപ്പ് ചെയ്ത് പോകും. അപ്പോൾ അതിന് മാർക്കറ്റിൽ നല്ലൊരു അക്സെപ്റ്റൻസ് ഉണ്ടായി. അതായത് കല്ല് കുറവാണ്, നല്ല ഡ്രൈ ആണ്. അങ്ങനെ ഒരു മാർക്കറ്റിൽ ഡിമാൻഡൊക്കെ വേണേ കൂടി ഇങ്ങനെ അത്. പക്ഷെ അന്ന് നമുക്ക് ബ്രാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഫാദർ റെന്റിന് എടുത്ത ഫ്രണ്ട്സ് എന്ന ഒരു യൂണിറ്റിന്റെ പേര് സെന്റ് തോമസ് റൈസ് മിൽ എന്നായിരുന്നു. അപ്പോൾ അത് പുള്ളി സെന്റ് തോമസ് എന്നുള്ള ഒന്ന് ഷോർട്ട് ഫോമായിട്ട് ST എന്നിട്ട് ചെറിയൊരു കടലാസം വെച്ചൊരു ടാഗ് കെട്ടി നമ്മുടെ അരി മറ്റും തിരിച്ചറിയാൻ വേണ്ടി ഒരു ഇത് കെട്ടിയിരുന്നു. അതാണ് കേരളത്തിലത്തെ ആദ്യത്തെ ഒരു ബ്രാൻഡഡ് ഒരു റൈസ് എന്ന്. പക്ഷെ അതിൻ്റെ ആ ST റൈസിന് പോപ്പുലാരിറ്റി ഒന്നുകൂടി പ്രൊഡക്ഷൻ, പിന്നെ വേറൊരു മില്ല് സ്വന്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പഴയ മില്ല് മേടിച്ചു. പിന്നെ വേറൊരു മില്ല് ഒരു 81 വേറൊരു മില്ല് പുതിയത്
അന്ന് കൺസ്ട്രക്ട് ചെയ്തു. കപ്പാസിറ്റി അന്ന് അതിൻ്റെ കപ്പാസിറ്റി അറൗണ്ട് 100 ബാഗ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് പുള്ളി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് യാർഡിലാണ് ഡ്രൈ ചെയ്യുന്ന പാഡി. അപ്പോൾ നോർമലി ഒരു 6 months നമുക്ക് മൺസൂൺ സീസൺ വരുമ്പോൾ നോർമലി പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി പുള്ളി ഫസ്റ്റ് ഒരു ഡ്രയർ പുള്ളി ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ദി ഇയർ വർക്ക് ചെയ്യാം, തന്നെയല്ല 2 ഷിഫ്റ്റ് വർക്ക് ചെയ്യാം. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു 3-4 ടൈംസ് നമുക്ക് ആക്ച്വലി കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയതിൽ. അപ്പോൾ അത് ഇൻട്രപ്ഷൻ ഇല്ലാണ്ട് നമുക്ക് കൊടുക്കാൻ. എനിക്ക് തോന്നുന്നു ജോൺ സാറ് ശരിക്കും പറഞ്ഞാൽ ഒരു റൈസിനെ ബ്രാൻഡ് ചെയ്യുന്നതിന്റെ പൈനിയറാണ് അല്ലേ? അങ്ങനെ പറയാം. പുള്ളിയാണ് അങ്ങനത്തെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതുമാതിരി പുള്ളി എപ്പോഴും പുള്ളി പ്രൊഡക്ട്സുകൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. ഡ്രയർ സെറ്റപ്പ് എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്തത് അവിടെ? അല്ല, ഡ്രയർ പുള്ളി അന്ന് നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഡ്രയർ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ ഈ മാർക്കറ്റിലെ ഡിമാൻഡ് നമുക്ക് കൊടുക്കാൻ മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. 6 months നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രയർ ഇൻസ്റ്റാൾ ചെയ്തത്. വെച്ചാൽ ത്രൂ ഔട്ട് ദി ഇയർ എൻ്റർ ദി ഇയർ നമുക്ക് വിത്തൗട്ട് ദ ഷോർട്ടേജ് ഇല്ലാണ്ട് പ്രൊഡക്ട്സ് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ സാധിക്കും. പക്ഷെ പിന്നെ നമ്മൾ നോക്കിയത് അന്ന് അരിയിൽ നെറ്റ് വെച്ച് അരിക്കുമ്പോൾ അരിയുടെ സെയിം ഷേപ്പിലുള്ള കല്ലുകൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അതും എങ്ങനെ സെഗ്രേറ്റ് ചെയ്യാമെന്നാണ് പുള്ളി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് പുള്ളി ഇങ്ങനെ ഡി സ്റ്റോൺ എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ പുള്ളി ഡി സ്റ്റോൺ എന്ന് പറഞ്ഞ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തു. അതിൽ കല്ലിൻ്റെ അത് പ്രിൻസിപ്പിൾ തന്നെ, കല്ലിൻ്റെ വെയിറ്റ് കൂടി, അരിനായിട്ടും വെയിറ്റ് കൂടി സാധനം പുറകിലോട്ട് വരും. അപ്പോൾ അരിക്ക് എപ്പോഴും അരിയുടെ സൈസുള്ള സ്റ്റോൺ എപ്പോഴും അരിക്കായിട്ടും വെയിറ്റ് കൂടും. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് പുള്ളി ഡി സ്റ്റോണിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് 100% സ്റ്റോൺലെസ് റൈസ് ഉണ്ടാക്കി. അതാണ് കേരളത്തിലെ ആദ്യത്തെ ഒരു സ്റ്റോൺലെസ് റൈസ് എന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് പുള്ളി കണ്ടുവരുന്ന ഒരു പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ അരിയിൽ ഇപ്പോൾ ഫുള്ളി മച്യൂർഡായിട്ട് മുമ്പ് മഴ പെയ്ത് കഴിഞ്ഞാൽ അരിയിൽ ശരി മഞ്ഞ കളറിൽ വരും, യെല്ലോഷ് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ വരും, മറ്റേ പ്രോപ്പർട്ടി മച്യൂരിറ്റി ഇല്ലെങ്കിൽ. പിന്നെ അത് അരിയുടെ ഭംഗി അതിൻ്റെ നഷ്ടപ്പെടുന്ന കാരണം പിന്നെ അതെങ്ങനെ സെഗ്രേറ്റ് ചെയ്യാന്നുള്ള ഇങ്ങനെ പുള്ളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ സെഗ്രേറ്റ് ചെയ്യാൻ കളർ സോർട്ടിംഗ് എന്നാണ് ഇമ്പോർട്ടൻറ്റ് മെഷീൻ വരുന്നത്, ജർമ്മൻ മെഷീൻ. അപ്പോൾ അങ്ങനെയാണ് ആലോചിച്ചിട്ട് പിന്നെ ആ മെഷീൻ നമ്മൾ 84 അത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അതുകൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ അരി പ്യുവറായിട്ട് അതിലത്തെ എല്ലാ ബ്ലാക്ക്സ് അല്ലെങ്കിൽ യെല്ലോ വേറെ എന്തെല്ലാം കളേഴ്സിനെ അതെല്ലാം സെഗ്രേറ്റ് ചെയ്യും. കളറിൻ്റെ പ്രിൻസിപ്പിൾ സെഗ്രേറ്റ് ചെയ്യും. പ്ലസ് സ്റ്റോൺലെസ് ആണ്. പിന്നെ അതിലത്തെ ബ്രോക്കൺസ് റിമൂവ് ചെയ്ത് ഫുൾ ഡ്രൈ ഒരു ഇത് മാർക്കറ്റിൽ ഇറക്കാൻ അന്ന് തുടങ്ങി പുള്ളി. അരിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രാഥമികമായിട്ട് ആൾക്കാർ കഴിക്കുന്ന ഫുഡാണ്. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കേരളത്തിൽ അരിയുടെ ലഭ്യത കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ചലഞ്ചായിട്ട് എങ്ങനെ ഓവർകം ചെയ്യുന്നു? എങ്ങനെ ഈ ഒരു അല്ല, കേരളത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു 1/4 റൈസ് മാത്രമേ കേരളത്തിൽ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ 75% നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പാഡി കൾട്ടിവേറ്റ് ചെയ്യണ ഏരിയ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാച്ചുറലി ഇങ്ങനത്തെ നമ്മൾ സിറ്റുവേഷനിൽ നമുക്ക് മറ്റുള്ള സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. തമിഴ്നാടാണോ ഇപ്പോൾ പ്രധാനം? ഇപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് ഇവിടെ മെയിനായിട്ട് നെല്ല് വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്നാണ് നെല്ല് വരുന്നത്. മെജോറിറ്റി റൈസ് കൂടുതൽ വരുന്നത് ആന്ധ്രയിൽ നിന്നാണ്. ഈ റൈസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരുപാടധികം ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് വാട്സപ്പ് വീഡിയോസൊക്കെ ഈ റൈസിനെ പ്ലാസ്റ്റിക് റൈസും അങ്ങനെയൊക്കെയുള്ള അത്തരം ത്രെഡ്സ് നമുക്കുണ്ടാവാറുണ്ട്. ഇല്ല, പ്ലാസ്റ്റിക് റൈസ് ഒരിക്കലും അത് ഒരു മിസ്കൺസെപ്ഷൻ ആണ് ആക്ച്വലി. ആരും ഒരിക്കലും പ്ലാസ്റ്റിക് റൈസിൻ്റെ ഇത് വരുന്നില്ല. അപ്പം നമുക്കറിയാം ചില സീസണിൽ നെല്ലിൽ പ്രത്യേകിച്ച് പുതിയ നെല്ലാണെങ്കിൽ അതിൽ സ്റ്റാർച്ച് കൂടുതലായിരിക്കും. ശരി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ സ്റ്റാർച്ച് പുറത്തേക്ക് വരും. നമുക്കറിയാം പണ്ട് നമ്മൾ അലുമിനിയം പാത്രത്തിലേക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ പാത്രത്തിന്റെ മേലെ തളച്ച് വന്നിട്ട് ഈ സ്റ്റാർച്ച് പുറത്തേക്ക് പോകും. അത് അതിന്റെ സൈഡിൽ പറ്റി പിടിച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് ചെറിയ പാടം വരും. അത് ശരിക്കും സ്റ്റാർച്ചാണ്. പക്ഷെ അത് കത്തിക്കുമ്പോൾ കത്തും. പക്ഷെ ആളുകൾ ധരിക്കുന്നത് ഇത് ഇന്റൻഷനലി ആളുകൾ ഇത് പ്ലാസ്റ്റിക് റൈസ് ആണ് എന്നുള്ള ധാരണയാണ്. അത് ആരും ഇന്റൻഷനലി അങ്ങനെ ചേർക്കില്ല. അങ്ങനെ ആരും പ്ലാസ്റ്റിക് റൈസ് ഒന്നും ഒരിക്കലും അത് നമുക്ക് അത് പ്രയാസവും ഇൻവെസ്റ്റ്മെന്റും കൂടും, കോസ്റ്റ്ലി ആയിരിക്കും. ഒരിക്കലും അത് അങ്ങനെ പ്ലാസ്റ്റിക് റൈസ് ഒരിക്കലും മാർക്കറ്റിൽ അവൈലബിൾ അല്ല ആക്ച്വലി. പക്ഷെ പലരും തെറ്റിദ്ധരിക്കുകയാണ് പ്ലാസ്റ്റിക് റൈസ് എന്നുള്ളത്. പിന്നെ അരി സ്റ്റാർച്ച് കൂടുതൽ കാരണം നമ്മൾ ഒരു ബോളായിട്ട് കയ്യിൽ തന്നെ ഉരുട്ടി കഴിഞ്ഞാൽ ഒരു ബോളായിട്ട് ഇരിക്കും. അപ്പോൾ അത് ആൾക്കാർ ധാരണ അത് പ്ലാസ്റ്റിക് ആയിക്കൊണ്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇരിക്കണം, നിലത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ മേലേക്ക് റീബൗണ്ട് ചെയ്യും. അതൊക്കെ അതിന്റെ ആ സ്ട്രക്ചർ സോഷ്യൽ മീഡിയയുടെ ഒരു മിസ്പ്രൊപ്പഗേഷൻ അല്ല. അതിനെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലത്തെ മറ്റേ ആളുകൾ തന്നെ അതിനെ പ്രോപ്പറായിട്ട് മറുപടി കൊടുത്തേണ്ടത് പ്ലാസ്റ്റിക് അല്ല എന്നുള്ള വ്യക്തമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് സംശയം വന്നു കഴിഞ്ഞാൽ അയാൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടാവുന്ന ഇപ്പോഴത്തെ ടെൻഡൻസി. കുറേ നല്ല കാര്യങ്ങളും വരുന്നുണ്ട്, ഇതുമാതിരി കുറേ തെറ്റായ കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ.
നിരവധി പ്രോഡക്റ്റ്, എത്ര പ്രോഡക്ട്സ് ഉണ്ട് ഇപ്പോൾ? ഇപ്പോൾ 263 പ്രൊഡക്ട്സ് ഉണ്ട്. അതെല്ലാം തന്നെ ഭക്ഷ്യമായിട്ട് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അതിൽ ഏറ്റവും ഹൈലൈറ്റഡ് പ്രോഡക്ട്സ് ചിലതിനെ ഞങ്ങളുടെ ഒരു ഈസി പാലപ്പം ഞങ്ങളുടെ ഒരു എന്താ പറയുക ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. അതെ, പലപ്പോഴും നമ്മുടെ കൺവെൻഷണൽ ഫുഡ്സ് വളരെ നല്ല എല്ലാവരും കഴിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഉണ്ടാക്കാനുള്ള കോംപ്ലിക്കേഷൻ ഓർത്തിട്ട് പലരും ഈ കൺവെൻഷണൽ ഫുഡ്സ് കഴിക്കാത്തത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ കൺവെൻഷണൽ ഫുഡ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് ആളുകൾക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാനുള്ള അത് താല്പര്യം കൂടും. അതല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള TDS ആണ് നമുക്കറിയാം. ഒരു ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം ഉണ്ടാക്കാമല്ലോ, ഒരു ഇടിയപ്പം ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നമുക്കത് ചൂടുവെള്ളത്തിൽ അത് കുറച്ച് നേരം ജോലി ചെയ്യണം. ചൂടുവെള്ളത്തിൽ നമ്മൾ ഡൗ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അത് പിന്നെ എക്സ്ട്രൂഡറിൽ നമ്മൾ എക്സ്ട്രൂഡറിൽ അത് ഡൈയിൽ ഇട്ടിട്ട് നമ്മൾ ഷേപ്പ് ഉണ്ടാക്കണം. പിന്നെ നമ്മൾ കുക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് വെറുതെ ജസ്റ്റ് 1 മിനിറ്റ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ആളുകൾക്ക് എങ്ങനെ കൺവീനിയൻസ് കണ്ടിട്ട് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും ഇത് ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിനെ പരിചയപ്പെടുത്താനും ഇത്തരം പ്രോഡക്റ്റ് ഡെവലപ്മെന്റിലൂടെ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ കേരളത്തിലെ ഇത്തരം ഭക്ഷണ സംസ്കാരത്തെ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു ഇതുവരെ? അല്ല, ഇനിയും ഇതിൽ ഇപ്പോൾ നമ്മൾ ഒരിക്കലും പെർഫെക്ഷൻ ആയി എന്ന് പറയുന്നില്ല, ഇനിയും നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ റൈസ് ഇങ്ങനത്തെ പ്രൊഡക്ട്സിനൊപ്പം തന്നെ നമ്മൾ ബൈ പ്രോഡക്ട്സിൽ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് മറ്റേ ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമുക്കറിയാം ഇതെല്ലാം നമ്മൾ ഒരു എക്സ്ട്രാക്ട് ചെയ്യണ ജിഞ്ചർ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം പേസ്റ്റ് രൂപത്തിൽ, അപ്പോൾ ആൾക്ക് കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് ഫസ്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത്, എങ്ങനെ കുക്കിംഗ് കുറച്ചുകൂടി ഈസി ആക്കാം. സെക്കൻഡ് സ്റ്റേജിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത് മിക്സസ് ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കുറേ പ്രൊഡക്ട്സുകളുണ്ട്, കറി മിക്സസ്, അതായത് ചിക്കൻ മിക്സ്, ഫിഷ് മിക്സ്, മീറ്റ് മിക്സ്, സാമ്പാർ മിക്സ്. ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടി ഫർദർ നമ്മൾ ചെയ്യുന്നത് റിട്ടോർട്ട് പ്രൊഡക്ട്സുകൾ, കുക്ക് ചെയ്ത പ്രൊഡക്ട്സിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മളിപ്പോൾ കുറേ പ്രൊഡക്ട്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് റിട്ടോർട്ട് പ്രൊഡക്ട്സിൽ. അതിന് ഷെൽഫ് ലൈഫ് 1 ഇയർ ഉണ്ട്. നമ്മുടെ പ്രോഡക്ട്സിൽ ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്? ഞങ്ങൾ എന്ത് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴും ടേസ്റ്റിനോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇത് ഇല്ലാണ്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ റിട്ടോർട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ റിട്ടോർട്ട് ചേമ്പറിൽ നമ്മൾ 30 ഡിഗ്രി പ്രഷറിലും 130 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒറ്റ ജെയിംസ് പോലും ഉണ്ടാവില്ല. അത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തിട്ടാണ് മെഷീനിൽ വെക്കുന്നത്. അപ്പോൾ ഈ 30 ഡിഗ്രി പ്രഷറും ഈ 130 ഡിഗ്രി ടെമ്പറേച്ചറും കൊടുക്കുമ്പോൾ ഒരു ജെയിംസ് പോലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പിന്നെ അത് ഓപ്പൺ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറയുള്ളൂ. അതല്ലെങ്കിൽ 1 ഇയർ ഇരിക്കും. ഇത് ഡിഫൻസ് ടെക്നോളജിയാണ്, മൈസൂർ അവരാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. വാർ സോണിൽ പോകുമ്പോൾ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടി റെഡി ടു ഈറ്റ് ഫുഡ്സിന്റെ കോൺസെപ്റ്റിലാണ് തയ്യാറാക്കിയാണ്. പക്ഷെ നമ്മുടെ ആളുകൾ പലപ്പോഴും സംശയമാണ്, എങ്ങനെ 1 ഇയർ ഇരിക്കാണ് കേടുവാണ്ട് ഇരിക്കുന്ന ടെമ്പറേച്ചർ. ഞങ്ങൾ ഇതുമാതിരി കുറച്ചുകൂടെ ആൾക്കാർക്കിടയിലേക്ക് ഒരു അവയർനെസ് വരാനുണ്ട്. ഫോർ എക്സാമ്പിൾ പായസം മിക്സസ്, ഇപ്പോൾ നമ്മളിപ്പോൾ കപ്പ് പായസം നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. 1 ഇയർ ഷെൽഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ കടയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ പലരും അത് എടുത്തു നോക്കി 1 ഇയർ കാണുമ്പോൾ തിരിച്ചു വെക്കുകയാണ്, അതിൽ പ്രിസർവേറ്റീവ് ഉണ്ടെന്നുള്ള ധാരണയില്ല. അപ്പോൾ കടക്കാരെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യും, നിങ്ങൾ 1 ഇയർ ഒന്നും വെക്കരുത് തന്നെ, നിങ്ങൾ ഒരു 1 വീക്ക് വെക്കുക ഇതിന്റെ ഷെൽഫ് ലൈഫ്. അപ്പോൾ പിന്നെ ആളുകൾ ഉപയോഗിച്ചോളും. 1 ഇയർ എന്ന് പറയുമ്പോൾ ആൾക്ക് സംശയമാണ്, എങ്ങനെയാണ് 1 ഇയർ ഇതിനെ ഷെൽഫ് ലൈഫ് എങ്ങനെ കിട്ടണമെന്നുള്ള സംശയമാണ്. അപ്പോൾ നമ്മൾ ഇനി ആളുകൾക്ക് നമുക്കറിയാം മറ്റേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് ഇനി കൂടി കുറച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് ടൈം അവർക്ക് ടൈം കിട്ടില്ല. അപ്പം നമ്മൾ നാച്ചുറലി റെഡി ടു ഈറ്റിന് ഇതിലേക്ക് കൊണ്ടുവരും. നമ്മൾ കൂടുതലും അതിലേക്കാണ് ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു റിസർച്ച് സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ? നമുക്ക് നല്ലൊരു പുതിയ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്ക് നല്ലൊരു ടീമുണ്ട്. ഇതിന് വേണ്ടിയിട്ട് R&D ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു ടീമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പുറത്ത് ട്രാവൽ ചെയ്യുന്ന കാരണം, അബ്രോഡ് ട്രാവൽ ചെയ്യുന്ന കാരണം നമുക്ക് കുറേ പുതിയ ടെക്നോളജിയും പുതിയ മാർക്കറ്റിൽ വേൾഡിൽ വരുന്ന എല്ലാ പുതിയ ഫുഡിൽ വരുന്ന ചേഞ്ചസും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ പാക്കറ്റ്സ് നമ്മൾ അവിടുന്ന് കൊണ്ടുവരും, അത് നമ്മൾ R&D കൊടുക്കും. അവർ സിമിലർ പ്രോഡക്റ്റ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുറത്തുള്ള രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് പുതിയ ടെക്നോളജി വരുന്നത്, അത് നമ്മൾ നാച്ചുറലി ആ സെയിം പ്രൊഡക്ട്സുകളും ടെക്നോളജി നമ്മൾ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത സ്നാക്സ് എന്നുള്ളൊരു ആംഗിളിൽ കുറച്ച് പ്രോഡക്ട്സ് ഇറക്കാൻ പോവുകയാണ് അല്ലേ? അതെന്തൊക്കെയാണ് അതിനെക്കുറിച്ച്? സ്നാക്സ് വെച്ചാൽ ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഇതാണ് സ്നാക്സ്. പ്രത്യേകിച്ച് അത് മലയാളീസും മാത്രമല്ല എല്ലാ രാജ്യക്കാരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് മലയാളിയായിട്ടും കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകളാണ് കൂടുതൽ സ്നാക്സ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ. ഒരു ഷോർട്ട് ഈറ്റ് നിലയ്ക്ക് വളരെ ഉപയോഗിക്കുന്ന സ്നാക്സ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ഇന്ന് അങ്ങനെ ഒരു
ഒരു ഓൾ കേരള പാൻ കേരള അല്ലെങ്കിൽ പാൻ ഇന്ത്യ ഒരു ഇതുള്ള ഒരു ബ്രാൻഡ് ഇതിൽ കേരള പ്രൊഡക്ട്സ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ സെഗ്മെൻറ്റ് ഒരു വലിയൊരു വോളിയം സെഗ്മെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. ക്വാളിറ്റി പ്രൊഡക്ട്സ് തീർച്ചയായിട്ടും നമ്മൾ ബേസിക് ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഇതാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ കേരള ചിപ്സ്, ടപ്പിയൊക്കെ ചിപ്സ്, അങ്ങനത്തെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുമാതിരി നമ്മുടെ പഴയ അച്ചപ്പം, കുഴലപ്പം, അങ്ങനത്തെ ട്രഡീഷണൽ മിക്സർ, അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഗ്രാജുവലി വേരിയൻസ് കൂട്ടി കൊണ്ടുവരണം, അതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇത്തരം നാടൻ വിഭവങ്ങൾ വിദേശത്ത് പരിചയപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയുണ്ട്? അല്ല, ആക്ച്വലി ഇനീഷ്യലി അത് മലയാളീസ് മാത്രമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ. പക്ഷേ പിന്നെ ഗ്രാജുവലി പിന്നെ ശ്രീലങ്കൻസ് ഉപയോഗിക്കാൻ തുടങ്ങി. ശ്രീലങ്കൻസ് കൾച്ചറും ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ യൂറോപ്പ് സെഗ്മെൻറ്റ് പോയ കണ്ടമാനം ശ്രീലങ്കൻസ് ഉണ്ട്. അപ്പോൾ അവരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ യൂറോപ്യൻസും അവിടുത്തെ ആളുകളും പോലും നമ്മുടെ പ്രൊഡക്ട്സുകൾ ഇപ്പോൾ എല്ലാം ഇങ്ങനത്തെ സ്നാക്സും എല്ലാ കാര്യങ്ങളും ഈവൻ നമുക്കറിയാം പല റെസ്റ്റോറൻറ്റ്സിനും മറ്റേ നമ്മുടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആയി തുടങ്ങി. അപ്പോൾ അവിടെ ഒരു അക്സെപ്റ്റൻസ് തുടങ്ങി. നമ്മുടെ ഇപ്പോൾ മസാല ദോശ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ആളുകൾ ഇപ്പോൾ വളരെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ വേറൊരു രസകരമായ കാര്യം, ഈ തൃശ്ശൂർ ശരിക്കും സുവർണ്ണ നഗരിയാണ്. ഈ പറഞ്ഞ സ്വർണ്ണമാണ് ബിസിനസ് ഇവിടെ പ്രധാനമാണ്. സ്വർണ്ണ ബിസിനസ് നടക്കുന്നതിനിടയിൽ എങ്ങനെ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്തൊന്നും നമുക്ക് സഞ്ചരിക്കാമെന്ന് തോന്നലുണ്ടായി എന്നുള്ളതാണ്. അല്ല, ബേസിക്കലി അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഫാദറിനെയാണ്. പുള്ളിക്ക് എപ്പോഴും ഇന്നോവേഷൻ പുള്ളിക്ക് ഭയങ്കര താല്പര്യമാണ്. എപ്പോഴും പുള്ളി ഓരോന്ന് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളിയെല്ലാം ബേസ് ഉണ്ടാക്കി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളി 2000 ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി. പക്ഷേ ഞങ്ങൾ ആ പുള്ളിയുടെ വിഷൻ എഞ്ചിനിൽ കേരളത്തിലത്തെ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ്, ഈ നമ്പർ 1 പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ള പുള്ളിക്ക് ഒരു ഭയങ്കര വ്യൂ ഉണ്ട്. പുള്ളിയുടെ എഞ്ചിനിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കൊടുക്കുക. എന്നുവെച്ചാൽ ഇനി ഏതൊരു ബ്രാൻഡിനെ ഇന്ന് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇന്നോവേഷനുള്ള കമ്പനികൾക്ക് മാത്രമേ ഇനി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ക്വാളിറ്റി നമുക്ക് എങ്ങനെ ഇനി ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കാം, അതാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു കണ്ടിന്യൂസ് ഫാദർ തന്ന സ്പിരിറ്റ് ഞങ്ങൾ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യണം. എനിക്ക് ചോദിക്കാൻ തോന്നിയൊരു കാര്യം, ഈ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ അരിയുടെ ക്വാളിറ്റി ഇപ്പോൾ നമ്മളെ ഡബിൾ ഹോട്ട്സിൻ്റെ ആയാലും നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ്, അരിയുടെ തന്നെ 20ഓളം വെറൈറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 20 വെറൈറ്റി ചെയ്യണം. അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം പ്രോസസ്സുകളാണ് ഇപ്പോൾ ചെയ്യുന്നത്? അല്ല, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പാഡിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല പാഡി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ക്വാളിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സെലക്ഷൻ ഓഫ് ദ പാഡിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഫസ്റ്റ് പാഡി വന്നു കഴിഞ്ഞാൽ നമ്മൾ സോർട്ട് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്ക് സ്പെക്ക് ഡെഫിൻ ചെയ്തിട്ടുണ്ട് ഓരോ പാഡിക്കും. അപ്പോൾ ആ പാഡിന് ബിലോ ഇത് വന്നു കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യാത്ത പാഡി വന്നു കഴിഞ്ഞാൽ നമ്മളത് റിജക്ട് ചെയ്യും. അപ്പോൾ നല്ല പാഡി തന്നെ നമ്മൾ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് ആണ്. പ്രോസസ്സിംഗ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിനെ ആദ്യം നമ്മൾ സോക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റീമിങ് കൊടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. സ്റ്റീമിങ് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ കുക്കിംഗ് ടൈം കൂടും അല്ലെങ്കിൽ കുറയും. കുക്കിംഗ് ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ ചോറ് നമ്മൾ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും. എന്ത് ചിലപ്പോൾ അത് ഒരു ബൗൾ മാതിരി ഇരിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റീമിങ് കറക്റ്റായിരിക്കണം. പിന്നെ ഡ്രൈയിങ് നമ്മൾ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മോയ്സ്ചർ കൂടും. മോയ്സ്ചർ കൂടി കഴിഞ്ഞാൽ ഫംഗസ് വരും. കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഡ്രൈയിങ് കൂടി കഴിഞ്ഞാൽ അത് ബ്രോക്കൺസ് വരും. അപ്പോൾ അതും ഡ്രൈയിങ് കറക്റ്റ് ടൈമിങ്ങിലായിരിക്കണം ഡ്രൈയിങ് ഡിസ്ചാർജ് ചെയ്യേണ്ടത്. നമ്മൾ പാഡി ഡ്രൈയറിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. പിന്നെ മില്ലിങ് സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഷെല്ല് നീക്കണോ. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് അതിന് എലിമിനേറ്റ് ചെയ്യണം. പിന്നെ ബ്രോക്കൺസ് റിമൂവ് ചെയ്യണം. പിന്നെ നമ്മൾ സ്റ്റോൺസ് റിമൂവ് ചെയ്യണം. പ്ലസ് നമ്മൾ സോർട്ടേഴ്സ് മെഷീനിൽ നമ്മൾ അതിൻ്റെ എല്ലാ ഇമ്പ്യൂരിറ്റീസും കളയുന്നു. എല്ലാ കളറിൽ വരുന്ന എല്ലാ ഇമ്പ്യൂരിറ്റീസും സെഗ്രേറ്റ് ചെയ്ത് ഒരു കാണുമ്പോൾ തന്നെ നല്ല പ്രസൻറ്റേജ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി കാണാൻ പറ്റും. ബൈ പ്രോഡക്ട്സ് വേറെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇതിൻ്റെ പാഡിയുടെ ഞങ്ങൾ ആസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ അതിൽ ബേസിക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹസ്ക് നമ്മൾ ഫ്യൂലായിട്ട് ഉപയോഗിക്കണം. അതിൻ്റെ ബ്രാൻ വരുന്നത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നില്ല. നമ്മൾ ഇതുമാതിരി ബ്രാൻ ഓയിൽ കമ്പനികൾക്ക് നമ്മൾ സപ്ലൈ ചെയ്യാം. നാഷണൽ ലെവലിൽ ഒരു റെസ്പെക്റ്റഡ് കമ്പനിയായിട്ട് ഉയരുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. ഞാനത് വായിച്ചായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള യാത്രയിൽ ഇനി എന്തെല്ലാം കടമ്പകൾ കടക്കാനുണ്ട്? അല്ല, ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് റിട്ടോർട്ട് ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യണം. റെഡി ടു ഈറ്റ് എന്നുവെച്ചാൽ വേറൊരു പ്രോസസ്സിങ് ഇല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റുകളാണ് ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അതിൽ കുറേ വേരിയൻസ് ഉണ്ട്. നമുക്ക് റിട്ടോർട്ട് പ്രോസസ്സിൽ പ്രൊഡക്ട്സ് ഉണ്ട്. ബേസിക്കലി നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രൊഡക്ട്സ് ബേസിക്കലി നമുക്കറിയാം റിട്ടോർട്ട് കപ്പ് പായസം, അതുമാതിരി കപ്പ പുഴുക്ക്, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഈ ചൈനീസ് പൊട്ടാറ്റോ കൂർക്ക എന്ന് പറയും, അതിന് അങ്ങനത്തെ ഇത്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഈ കോക്കനട്ട് ഗ്രേവി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഇതിനും ബേസ് കോക്കനട്ട് ഗ്രേവിയാണ്.
അപ്പോൾ അങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ റിയൽ പ്രൊഡക്ട്സിലേക്ക് പോകാൻ പോകണം. അതായത് നമ്മുടെ സാമ്പാർ, മറ്റേ അവിയൽ, അങ്ങനത്തെ എല്ലാ റേഞ്ച്, അതുപോലെ ചിക്കൻ, മീറ്റ്, അങ്ങനത്തെ എല്ലാ റേഞ്ച് ഓഫ് ഇതിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ഒരു സ്റ്റേജ് കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രോസൺ ഫുഡ്സിലേക്ക്. ഇപ്പോൾ നെക്സ്റ്റ് ഫ്രോസൺ ഫുഡ്സിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ കൂടുതലും കാണുന്നത് എക്സ്പോർട്ട് കണ്ടിട്ടാണ് നമ്മൾ കൂടുതലും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അതിലേക്ക് നമ്മൾ വിത്തിൻ 1 or 2 years നമ്മൾ അതിലേക്ക് വരുമെന്ന് പറയാം. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നു, കൃഷി അല്ലെങ്കിൽ നെല്ല്, അതിലേക്ക് എന്തെങ്കിലും നെല്ലിൻ്റെ അല്ലെങ്കിൽ കൃഷിയിലേക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അത്തരം പ്ലാൻ ഉണ്ടോ? കേരളത്തിൽ ഈ പറഞ്ഞ പോലെ വളരെയധികം കൃഷി കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അരി വരുന്നത്. അപ്പം അരി തന്നെ ബിസിനസ് ചെയ്തോണ്ട് ഞാൻ ചോദിക്കുവാണ്. ഇല്ല, അരി ഞങ്ങൾ ആ ഒരു മറ്റേ കൃഷിയിലേക്ക് ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അതിലും താല്പര്യം ഉണ്ടാവണം. നമ്മൾ കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ താല്പര്യമുള്ള ആൾക്ക് മാത്രമേ അത് ചെയ്ത് അതിൽ സക്സസ് ആവുള്ളൂ. നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസും നമുക്കുള്ള നമ്മൾ കോമ്പറ്റന്റ് അല്ല ആ ഫീൽഡിൽ. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കുറേയധികം CSR ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജോൺ സാറിൻ്റെ പേര് തന്നെ ഒരുപാടധികം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴും ഒരു വ്യവസായം വളരുന്നത് സമൂഹത്തിനാണ് അതിൻ്റെ ഗുണം വരേണ്ടത്, അല്ലേ? ഒരു എക്സ്റ്റെൻഡ് എങ്കിലും. അപ്പോൾ അത്തരത്തിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിലേക്ക് കണക്റ്റ് ആവാൻ പറ്റുന്ന എന്തെല്ലാം ഏരിയാസ് ഉണ്ട്? നമ്മൾ ബേസിക്കായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്ത ഫാദറിൻ്റെ വിഷനാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഞങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കുറേ ഇവിടുത്തെ തൃശ്ശൂരത്തെ നമ്മൾ 25 ഓർഫനേജിൽ എല്ലാ മാസം ഞങ്ങൾ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഫാദർ ഏറ്റവും അതിലും കൂടുതൽ പുള്ളി ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഫാദർ കൂടുതൽ. എന്നുവെച്ചാൽ നമ്മൾ അവരെ ഒരു എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആവും. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവുന്ന പുള്ളിയുടെ വിഷയം. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ രാജഗിരി ഔട്ട്റീച്ച് ആയിട്ട് ഞങ്ങളിപ്പോൾ 150 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതുമാതിരി ഇപ്പോൾ ഇവിടുത്തെ തൃശ്ശൂർ തന്നെ ഇപ്പോൾ ഇവിടെ SOS ഗ്രാമമുണ്ട്. ഞങ്ങളതിൽ കുട്ടികളെ നമ്മൾ ഒരു ഫാമിലി നമ്മൾ ദത്തെടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ യൂണിറ്റ്സിന്, ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സിൻ്റെ അടുത്ത് നമ്മൾ മെഡിക്കൽ ക്യാമ്പ് എല്ലാ വർഷവും നടത്താറുണ്ട്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ചെയ്യേണ്ടത്. അത് നമ്മളത് ചെയ്ത് ഫാദറുള്ളപ്പോൾ തുടങ്ങിയ ട്രഡീഷനാണ്. അതിപ്പോഴും തുടങ്ങിക്കൊണ്ടിരിക്കുന്നു മാത്രം. എനിക്കൊന്നും ബ്രാൻഡ് അംബാസഡർ ശോഭനയാണല്ലേ? യെസ്. എന്താണ് ശോഭനയെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വീട്ടമ്മമാരാണ് നമ്മുടെ പ്രൊഡക്ട്സ് ഡിസൈഡിങ് ഫാക്ടർ. അപ്പോൾ അന്ന് വീട്ടമ്മമാർക്ക് കൂടുതൽ ഒരു ആക്സെപ്റ്റൻസ് ഉള്ള ഒരു ആക്ട്രസ് എന്ന നിലയ്ക്കാണ് നമ്മൾ ശോഭന മാഡത്തിനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്ന ശോഭന എന്ന് വെച്ചാൽ ഇപ്പോൾ ഡബിൾ ഹൗസ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. അവർ വേറെ ആഡിലേക്കൊന്നും കൂടുതൽ വരുന്നില്ല അവർ. പിന്നെ അവർ ഇതിലും വളരെ കമ്മിറ്റഡ് ആണ്. പിന്നെ അവർ എപ്പോഴും ലൈവാണ്. അവർ ഫിലിം ഫീൽഡ് ഇല്ലെങ്കിൽ തന്നെ അവർ ഡാൻസ് അക്കാദമിക്കായിട്ട് അവർ ഫുള്ളി എപ്പോഴും അവർ ലൈവാണ് മറ്റേ സൊസൈറ്റിയിൽ. ഏതായാലും ജോൺ സാർ ഒരു വലിയ വിഷണറി ആയിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു വ്യവസായം തുടങ്ങണം, അതിലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പല പരിശ്രമങ്ങളും നടത്തി. ഏതായാലും അത് ഒട്ടും ചോർന്നു പോകാതെ തന്നെ ഡബിൾ ഹോഴ്സിൻ്റെ പുതിയ സാരഥികൾ നല്ല രീതിയിൽ അതിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നു. താങ്കളുടെ വിഷൻ പോലെ തന്നെ ഒരു ഇന്ത്യയിലെ ഏറ്റവും റെസ്പെക്റ്റഡ് ഫുഡ് ഇൻഡസ്ട്രി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഫുഡ് ഡോണറായിട്ട് നിങ്ങൾ മാറട്ടെ എന്നുള്ള എല്ലാ പ്രാർത്ഥനകളും. താങ്ക് യു സോ മച്ച്.